ഓക്കെ, നമുക്കിനി എന്ന് നോക്കാം പ്രോബബിലിറ്റിയുടെ സെക്കൻഡ് പാർട്ടായ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിലേക്ക് കിടക്കാം. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഇതിൻ്റെ പിന്നിലുള്ള കഥയൊന്നും പറഞ്ഞ് സമയം കളയുന്നില്ല. നിങ്ങൾക്കത് പഠിക്കുകയെന്ന് വെച്ചാൽ ആ കോൺസെപ്റ്റ് എന്നറിയാതെ മനസ്സിലാക്കാനും ബുദ്ധിമുട്ട്. അപ്പം തിയറി വന്നാൽ കുറേ കഴിഞ്ഞിട്ടൊക്കെ വായിച്ചുള്ളവർക്കൊക്കെ ചെയ്തേണ്ടി വരും. അപ്പോൾ ഞാൻ കഥകളൊന്നും പറയുന്നില്ല. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം വെറുതെ ഒരു സാധനത്തിൻ്റെ പ്രോബബിലിറ്റി പറയാതെ ഒരു ഫംഗ്ഷൻ പറയും. ഇപ്പോൾ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ഈ എക്സ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ വാല്യൂ മാറുന്നതനുസരിച്ച് എന്ത് മാറിക്കൊണ്ടിരിക്കും? പ്രോബബിലിറ്റി മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരൊറ്റ വാല്യൂ അല്ല, പല സിറ്റുവേഷനിലെ പല വാല്യൂസ് കിട്ടും. ഇത് നമുക്ക് എന്താണ്, ഒരു ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ, ഒരു റാൻഡം വേരിയബിൾ ഡിസ്ട്രിബ്യൂഷനായിട്ട് കിട്ടും. മനസ്സിലായല്ലേ? ഡിസ്ട്രിബ്യൂഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരേ സിറ്റുവേഷനിൽ പലത് വന്നാൽ, ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ ഒരു ഫംഗ്ഷനാണെന്ന് വിചാരിക്കുക. ഫംഗ്ഷൻ തന്നെയാണ്, പ്രോബബിലിറ്റി ഫംഗ്ഷനാണ്, എന്നാലും അല്ലാത്തൊരു ഫംഗ്ഷനാണെന്ന് വിചാരിക്കുക. ഞാൻ 10 രൂപ എൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ചിലവാക്കിയാൽ 100 രൂപയുടെ സെയിൽ നടക്കും. ഞാൻ 15 രൂപ അഡ്വർടൈസ്മെൻറ്റ് ചിലവാക്കിയാൽ 150 രൂപയുടെ സെയിൽ നടക്കും. ഇങ്ങനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഡ്വർടൈസ്മെൻറ്റ് സെയിൽസും തമ്മിലുള്ള ബന്ധം കണ്ടെത്തി കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം? ഇത്ര രൂപയുടെ അഡ്വർടൈസ്മെൻറ്റ് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എത്ര രൂപയുടെ സെയിൽ നടക്കുമെന്ന് പറയാൻ പറ്റത്തില്ലേ? അത് എന്താണ്? ഒരു ഫംഗ്ഷൻ, റിലേഷൻ ഫംഗ്ഷൻ എന്ന് പറയും. ഇതേപോലെയാണ് ഈ പ്രോബബിലിറ്റിയുടെ ഫംഗ്ഷൻസ് വരുന്നത്. ഇതേപോലെ ഫംഗ്ഷനുകൾ കണ്ടെത്തി കഴിഞ്ഞാൽ, ബന്ധം കണ്ടെത്തി കഴിഞ്ഞാൽ, ആ ബന്ധം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡിഫറെൻറ്റ് സിറ്റുവേഷനിൽ എന്തായിരിക്കും ഈ പറയുന്ന പോലെ ഓരോ പ്രോബബിലിറ്റി എന്ന് നോക്കാറുണ്ട്. അങ്ങനെ നോക്കുന്നതാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അതിന് പല മെത്തേഡുകളുണ്ട്. അതിൽ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന 3 മെത്തേഡുകളാണ്. ഒന്ന് എക്സ്പോണൻഷ്യൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അതൊരു ടൈപ്പ് ഓഫ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ്. രണ്ടാമത്തത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വരുമ്പോൾ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ്. മൂന്നാമത്തത് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. ഇതിലും കൂടുതൽ ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ പറയുന്നുണ്ട്, എനിക്കറിയത്തില്ല, അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുമെന്ന് അറിയത്തില്ല. എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്നത്, നിങ്ങൾ വെച്ചാൽ എളുപ്പമാവുള്ളതെന്ന് തോന്നുന്നതുമായ 3 സാധനങ്ങളാണ്. ഇതിൽ എക്സ്പോണൻഷ്യൽ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ച് തന്നെയാണ് നമ്മൾ ഉത്തരം ചെയ്യാൻ പോകുന്നത്. നോർമലും പോയിസണും ചോദിക്കാമായിരിക്കാം. എന്തായാലും നമുക്ക് എന്താ നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ വേറെ ഒന്നും അറിയണ്ട. ഈ പറഞ്ഞ ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് കണ്ടുപിടിച്ച ഡിസ്ട്രിബ്യൂഷൻസ് ആണ് ഇത് 3. അതിൻ്റെ 3 ടൈപ്പാണ് ഈ പറഞ്ഞത്. ഇതിന് ഓരോന്നിനും ചെയ്യാൻ ഓരോ ഫോർമുലയുണ്ട്. ഞാൻ ആ ഫോർമുല പറയാം, കണക്ക് ചെയ്ത് കാണിക്കാം. അത് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി. നമുക്കെന്നാൽ സംസാരിച്ച് സമയം കളയാതെ കണക്ക് ചെയ്യുക തന്നെ പോവാം. ഇതാ നമ്മൾ കഴിഞ്ഞ വർഷം MMBC 05 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണത്. പാസ്റ്റ് എക്സ്പീരിയൻസ് സേസ് ദാറ്റ് ആവറേജ് ലൈഫ് ഓഫ് എ ബൾബ് അസ്യൂംഡ് ടു ബി കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ഫോർ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ. കണ്ടില്ലേ? അപ്പോൾ ഇത് എന്ത് തരുന്നു? ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ തരുന്നുണ്ട്. ഏതിൻ്റെയാണ്? എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ ഈ ഫോർമുല നമ്മൾ ഇനി പറയാൻ പോകുന്ന ഫോർമുലയാണ് ഇത്തരം ക്വസ്റ്റ്യൻസിലെടുത്ത് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ചോദ്യം ഇതാണ്, എന്താണ്, കഴിഞ്ഞ വർഷത്തെ പോലെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഒരു ബൾബിൻ്റെ ലൈഫ് എത്രയാണ്? 110 അവേഴ്സാണ്. അപ്പോൾ അങ്ങനെ ഒരു ആവറേജ് ലൈഫുള്ള 110 അവേഴ്സിൻ്റെ ആവറേജ് ലൈഫുള്ള ഒരു ബൾബ് അറ്റ്മോസ്റ്റ് മാക്സിമം 25 അവേഴ്സ് വർക്ക് ചെയ്യും എന്ന് വർക്ക് ചെയ്യാനുള്ള പ്രോബബിലിറ്റി, സാധ്യത എന്താണെന്ന് നമ്മൾ കണ്ടെത്തണം. ഇവിടെ നമ്മൾ ഇത് ക്വസ്റ്റ്യൻ കേട്ടാലോ കഥ കേട്ടാലോ ഒന്നും മനസ്സിലാകാൻ പോകുന്നില്ല. പക്ഷേ സ്റ്റിൽ ഇത് എക്സ്പോണൻഷ്യലാണെന്ന് മനസ്സിലായതുകൊണ്ട് നമ്മൾ എക്സ്പോണൻഷ്യലിൻ്റെ ഫോർമുല എടുത്ത് അങ്ങ് ഇടണം. എക്സ്പോണൻഷ്യലിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞതാ ഇതാണ് സാധനം. പി ഓഫ് എക്സ് is equal to mu exponential of e minus mu x. കാണുമ്പോൾ തന്നെ എന്തോ ഒരു വൃത്തികൾ തോന്നുന്നുണ്ടല്ലേ? വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യം. നമുക്കതിനെ ആ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഈ സാധനം കത്തിന്ന് വരത്തില്ല. അതുകൊണ്ട് ജസ്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യാൻ പഠിക്കുക. ഇതിൽ നമുക്കിപ്പോൾ അറിയേണ്ടത് എന്താണ് മ്യൂ എന്നറിയണം. ഇ എന്ന് പറയുന്ന എക്സ്പോണൻഷ്യലാണ്. അത് നിങ്ങൾക്ക് എന്താണെന്ന് അറിയേണ്ട ആവശ്യമില്ല. ഇ എന്ന് തന്നെയാണ് ഇടേണ്ടത്. അതിൻ്റെ വാല്യൂ എപ്പോഴും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് വലിയൊരു ഉപകാരമാണ്. അതാ ഇ റൈസ് ടു മൈനസ്. ഇപ്പം നമുക്ക് ഈ ഒരു സംഭവം ചെയ്യുമ്പോൾ അതാ മൈനസ് മ്യൂ ഇൻറ്റു എക്സ് ചെയ്യുമ്പോൾ കിട്ടാൻ പോകുന്ന സാധനം എന്താണ്? ഈ 0.23 ആണ്. അതുകൊണ്ടാണ് അവർ ക്വസ്റ്റ്യനിൽ നേരത്തെ തന്നിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളൊരു പദ്ധതി മാത്രമേ ഉള്ളൂ. ഇതൊക്കെ കണ്ടുപിടിക്കാൻ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ കയ്യിലുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ, അല്ലാതെ നമുക്ക് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മ്യൂ ഈ സോറി, ഞാൻ മ്യൂ എന്നാണ് പറയുന്നത്. മ്യൂ അല്ല, ലാംഡ ആണ് കേട്ടോ. അത് നമുക്ക് അത്യാവശ്യമില്ല. എന്ത് പേരിട്ട് വിളിച്ചാലും, നിങ്ങൾ എന്ത് പേരിട്ട് വേണമെങ്കിലും വിളിച്ചോ, സാധനം എന്താണെന്ന് ഓർത്ത് തിരിച്ചിട്ട് വൈ. അതിനെ ഗ്രീക്ക് വേർഡാണ്, ലാംഡ ആണ് കേട്ടോ. മ്യൂ എന്നാണ് വേറെ സാധനം. നമ്മൾ കാണും, പേടിക്കേണ്ട, ഉടനെ നമ്മൾ കാണുന്നുണ്ട് ലാംഡ. സോറി, മ്യൂ. ഇത് ലാംഡ. അപ്പോൾ ലാംഡ എക്സ്പോണൻഷ്യൽ ഓഫ് മൈനസ് ലാംഡ എക്സ് എന്നാണ്. ഇതിൽ എക്സിൻ്റെ വാല്യൂ എന്താണ്? ഈ പറഞ്ഞ ലാംഡയുടെ വാല്യൂ എന്താണ്? ലാംഡ എന്ന് പറഞ്ഞത് നമ്മുടെ ആവറേജ് തന്നെയാണ്. ഓക്കെ,
നമുക്കിവിടെ തന്നേക്കുന്ന ഈ ആവറേജിനാണ് എന്തെന്ന് വിളിക്കുന്നത്? ഇവിടെ 110 അവേഴ്സ് എന്ന് പറഞ്ഞ ആവറേജിനാണ് നമ്മൾ ലാംഡ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ആവറേജ് എന്തായിരുന്നു? 110 അവേഴ്സാണ്. അപ്പോൾ ലാംഡ ഇസ് ഈക്വൽ ടു 1/ദിസ് ആവറേജ് ആണ്. ഓക്കെ, സോറി, അല്ല, നേരത്തെ ഞാൻ പറഞ്ഞ ആവറേജ് തന്നെ, ആവറേജ് അല്ല, റെസിപ്രോക്കലാണ്. ഓക്കെ, റെസിപ്രോക്കൽ ഓഫ് ദി ആവറേജിനാണ് എന്തെന്ന് വിളിക്കുന്നത്? ലാംഡ എന്ന് വിളിക്കുന്നത്. അപ്പോൾ താഴെ നമുക്ക് എഴുതിയപ്പോൾ നമുക്കിനി കണ്ടുപിടിക്കേണ്ട ലാംഡയും എക്സും മാത്രമേ ഉള്ളൂ. ലാംഡ ഇസ് ഈക്വൽ ടു 1/110. ഓക്കെ, ഇനി എക്സിൻ്റെ വാല്യൂ എത്രയാണ്? നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 25. നമ്മൾ കണ്ടുപിടിക്കേണ്ട സാധനം അതാണല്ലോ. നമ്മുടെ ഫംഗ്ഷൻ പോകേണ്ടത് 25ആണ്. അപ്പോൾ അതായത് 25 അവേഴ്സ് വരണമെങ്കിൽ ഇത് എത്ര വരണമെന്നുള്ളതാണ്. നമുക്ക് എന്ത് കിട്ടി? ലാംഡയും കിട്ടി, എക്സും കിട്ടി. അതിനടുത്ത് ഈ ഫോർമുലയ്ക്കകത്ത് ഇവിടെയും ഇവിടെയും അപ്ലൈ ചെയ്താൽ മതി. എന്ന് വരുമെന്ന് നമുക്ക് നോക്കാം. ഞാൻ വീണ്ടും താഴോട്ട് എഴുതുന്നു. therefore പി ഓഫ് എക്സ് ഇനി എക്സ് എന്ന് എഴുതരുത് കേട്ടോ. കാര്യം നമുക്ക് എന്ത് കിട്ടി? എക്സിൻ്റെ വാല്യൂ ഇപ്പോൾ കിട്ടി. പി ഓഫ് 25 ഇസ് ഈക്വൽ ടു ലാംഡയുടെ വാല്യൂ എത്രയായിരുന്നു? 1/110 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 1/110 ഇൻറ്റു 25. കണ്ടോ, ഇങ്ങനെയൊക്കെ ഒന്ന് പോകേണ്ടത്. നിങ്ങളൊന്നും ഒരു പക്ഷേ സാധാരണ മാത്സ് പഠിച്ചവരൊന്നും ഇതിങ്ങനത്തെ സാധനങ്ങളൊന്നും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ഇതാണ് അവസ്ഥ. ഇത് റേസ് ടു ആണ്. ഈ റേസ് ടു മൈനസ് 110 ഇൻറ്റു 25 എന്നാണ്. ഓക്കെ, ഇതിനെ നമ്മൾ എന്ത് ചെയ്തെടുക്കണം? സോൾവ് ചെയ്തെടുക്കണം. സോൾവ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഇസ് ഈക്വൽ ടു 1/110 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 25 ഡിവൈഡഡ് ബൈ 110 എന്ന് വരും. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റർ എടുക്കണം. കാൽക്കുലേറ്റർ എടുത്തിട്ട് 25 ഡിവൈഡഡ് ബൈ 110 അതെത്ര കിട്ടും? 0.227 0.23 എന്ന് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ താഴോട്ട് എന്ത് വരും? ഇസ് ഈക്വൽ ടു 1/110 ഇൻറ്റു ഇ റേസ് ടു, ഈ എക്സ്പോണൻഷ്യലാണ്. നമ്മൾ എന്താണെന്ന് നമ്മൾ ചിന്തിക്കുകയേ വേണ്ട. ഈ റേസ് ടു ഒരു സാധനം വന്നു കഴിഞ്ഞാൽ ഈക്ക് ഒരു വാല്യൂ കിട്ടും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പെടാപ്പാട് എത്രയും പെടുന്നത്. നമ്മൾ നോക്കി ഇ റേസ് ടു മൈനസ് 0.23 എന്ന് കിട്ടിയോ? ഇനി ആ ക്വസ്റ്റ്യനിലേക്ക് ഒന്നും കൂടെ നോക്കിയടാ. ക്വസ്റ്റ്യനിലേക്ക് നോക്കുമ്പോൾ അവർ ഒരു ഹിൻഡ് തന്നിട്ടുണ്ട്. അതാ നോക്കി. given that e raised to minus 0.23 is equal to 0.7945 അല്ലേ? അപ്പോൾ ഇ റേസ് ടു മൈനസ് 23 എത്തിക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം. നമ്മളത് ചെയ്തിരിക്കുന്നു. അതിൻ്റെ ആൻസർ എത്രയാണ്? 0.7945. ഞാനിതിനെ താഴോട്ട് അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് എഴുതുന്നു. ഇസ് ഈക്വൽ ടു 1/110 ഇൻറ്റു 0.7945. ഇനി വീണ്ടും കാൽക്കുലേറ്റർ എടുക്കുക. എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. 0.7945 ഡിവൈഡഡ് ബൈ 110. ദ ആൻസർ ഈസ് 0.007222. അപ്പോൾ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്ന ആൻസർ. 0.00722. അതിൻ്റെ താഴോട്ടായിട്ട് എഴുതുക. ഇസ് ഈക്വൽ ടു 0.00722. ഇതിൻ്റെയൊക്കെ റിയൽ ലൈഫ് ആപ്ലിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊന്നും മനസ്സിലാകത്തില്ല. അത്രയും വലിയ തലത്തിൽ ഇത് ഉപയോഗിക്കുന്നവരുണ്ട്. നമ്മുടെ ക്യൂയിങ് തീറോ എന്നൊക്കെ ഉണ്ട്. നമ്മുടെ എന്താ പറയുക, അതൊക്കെ വലിയ കളിയാണ്. നമുക്ക് കേൾക്കുമ്പോൾ ഇതൊക്കെ ബാലിശ്യമായിട്ട് തോന്നുമെങ്കിലും അതൊക്കെ ആപ്ലിക്കേഷൻ ഉള്ളതാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കടയിൽ, ഓക്കെ, നമ്മളൊരു കട നടത്തുമ്പോൾ അതിൽ ക്യൂ കാണുമല്ലോ, ബില്ലടിക്കാൻ വേണ്ടി ഒരു ക്യൂ കാണും. അപ്പോൾ ക്യൂവിൽ ഒരാൾക്ക് എത്ര ടൈം ചിലവാക്കുന്നു എന്നുള്ളത് ഇവർ പഠിച്ചിട്ട് സമയം ലാഭിക്കുന്നത് എങ്ങനെ, അതായത് ഈ ബില്ലിംഗ് എങ്ങനെ സ്പീഡാവണം, അല്ലെങ്കിൽ ഒരാൾക്ക് കൊടുത്ത സർവീസിൽ നിന്ന് അടുത്ത ആൾക്ക് സർവീസ് കിട്ടാൻ എന്ത് ഡിലേ ഉണ്ടാവുന്നു, ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയുള്ളതാണ് ക്യൂയിങ് തിയറി എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ സാധനം, ഈ പറഞ്ഞ എക്സ്പോണൻഷ്യൽ ഫോർമുലയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ ആപ്ലിക്കേഷൻ ഉണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്തിനാണെന്നൊന്നും പിടികിട്ടത്തില്ല. പക്ഷേ വലിയ അത്രമേൽ സീരിയസ് ആയിട്ട് ബിസിനസ് എടുക്കുന്ന വലിയ വലിയ കമ്പനികളൊക്കെ ഉണ്ടല്ലോ, അവരുടെ അനാലിറ്റിക്കൽ പാർട്ടിൽ വരുന്നൊരു സാധനമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ മേജർ 3 കാര്യങ്ങളിലെ ഫസ്റ്റ് ഫോർമുല ഇതാണ്. ഫോർമുല മറക്കരുത്. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്പോണൻഷ്യൽ ആണെങ്കിൽ ഇസ് ഈക്വൽ ടു ലാംഡ ഇ റേസ് ടു മൈനസ് ലാംഡ എക്സ്. ലാംഡ എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് ആവറേജ് ആയിരിക്കും. എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന വാല്യൂ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്ന് കണ്ടെത്താനായിരിക്കും. ഇവിടെ മുകളിലൊരു കഥ പറഞ്ഞിട്ടുണ്ട്.
ആ കഥ തന്നെ വരണമെന്ന് ഒരു നിർബന്ധമില്ല. കഥ മാറും, പക്ഷെ എന്ത് തന്നിട്ടുണ്ടായിരിക്കും? എന്തെങ്കിലും ഒരു ആവറേജ് തന്നിട്ടുണ്ടാവും, പിന്നെ എന്ത് തന്നിട്ടുണ്ടാവും? ഒരു എക്സിന് കൊടുക്കാൻ പറ്റിയ വാല്യൂ തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞു. ഇനി അടുത്ത രണ്ടെണ്ണം എന്താണെന്ന് നോട്ടിച്ച് നോക്കാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പോയിസൺ ഡിസ്ട്രിബ്യൂഷനാണ്. പോയിസൺ മീൻസ് വിഷമല്ല, PO തെളിയുന്നില്ലല്ലോ, POISSON, ഒരു മനുഷ്യൻ്റെ പേരാണ് കേട്ടോ. ഈ മനുഷ്യൻ കണ്ടുപിടിച്ച ഡിസ്ട്രിബ്യൂഷനാണ്. അതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്. ഞാൻ അതിൻ്റെ കഥകളിലേക്കൊന്നും പോകുന്നില്ല. ഇത് നമുക്ക് പ്രതീക്ഷിക്കാം, ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുക, അല്ലാതെ കണ്ടുപിടിക്കാമെന്നൊക്കെ പറഞ്ഞാൽ വലിയ പാടാണ്. പക്ഷേ ഇത് തന്നാലേ പറ്റത്തുള്ളൂ, പോയിസൻ്റെ കാര്യം പറഞ്ഞാലേ പറ്റത്തുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. കാര്യം അതിലേക്ക് എത്തുമെന്നുള്ളത്. അപ്പോൾ ഫോർമുല ഇതാണെന്ന് ഓർക്കുക. P of x എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ആൻ എക്സ് ഇസ് ഈക്വൽ ടു E റേസ്റ്റ്, ഇവിടെ എക്സ്പോണൻഷ്യൽ ഉണ്ട് കേട്ടോ, മൈനസ് m റേസ്റ്റ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഈ ഫാക്ടോറിയൽ എന്നുള്ള സംഗതിയൊക്കെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. എല്ലാം പറഞ്ഞു തരാം, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് നോക്കാം എന്താണെന്ന്. ഇതിനും കഥയൊന്നും എനിക്ക് പറയാനില്ല. ഐ മീൻ ഇതെങ്ങനെ ഈ ഫോർമുല ഒന്നുള്ള ഡെറിവേറ്റീവ് ഒന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല. ഇനി നമുക്ക് ഡയറക്റ്റ് എങ്ങോട്ട് പോകാം? നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഞാൻ ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് വായിക്കുകയാണ്, ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഒരു ഇടത്ത് വന്ന ക്വസ്റ്റ്യൻ എനിക്ക് അത് വീണ്ടും ഇങ്ങോട്ട് എടുക്കാനൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്, ഒന്നും തോന്നരുത്. ക്വസ്റ്റ്യൻ ഇതാണ്: സപ്പോസ് ഓൺ ആൻ ആവറേജ് 1 house in 1000 in a certain district has a fire during a year. There are 2000 houses in this district. What is the probability that exactly 5 houses will have a fire during the year? നല്ല രസകരമായ ചോദ്യമാണ്. അതായത് പാസ്റ്റ് ഡേറ്റ് നോക്കിയപ്പോൾ, ഒരു വാസ്റ്റായിട്ടുള്ള വളരെ കാലങ്ങളായിട്ട് നടക്കുന്ന ഒരു സ്ഥലത്തെ പാസ്റ്റ് ഡേറ്റ് എടുത്ത് നോക്കിയപ്പോൾ നമ്മൾ കണ്ടെത്തിയ കാര്യം എന്താണ്? ക്വസ്റ്റ്യനിലെ കഥയാണ് ഞാൻ പറയുന്നത്. ഏകദേശം 1000 വീടിലെ ഒരു വീടിന് ഒരു ഡിസ്ട്രിക്റ്റ് എടുത്ത് നോക്കിയപ്പോൾ, നമ്മളിപ്പം തിരുവനന്തപുരം എന്ന ഡിസ്ട്രിക്റ്റാണെന്ന് വിചാരിക്കുക. തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റ് എടുത്ത് അവരൊരു സ്റ്റഡി നടത്തിയപ്പോൾ എല്ലാ 1000 വീടുകളിലും ഒരു വീട്ടിലെങ്കിലും ഒരു വർഷം തീപിടുത്തം നടക്കുമെന്നാണ് പറയുന്നത്. എന്നിട്ട് ഈ ഡിസ്ട്രിക്റ്റിൽ മൊത്തം എത്ര വീടുണ്ട്? 2000 വീടുണ്ട്. അപ്പോൾ 1000 വീട്, ഈ 2000 വീടിൻ്റെ പകുതിയായിട്ട് നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ പകുതിയിൽ അല്ലെങ്കിൽ അടുത്ത പകുതിയിൽ ഒരു ദിവസം എന്ത് നടക്കും? ഒരു വർഷം എന്ത് നടക്കും? ഒരു തീപിടുത്തം ഉറപ്പായിട്ട് നടക്കുമെന്നാണ് ഇവർക്ക് ഡേറ്റയിൽ നിന്ന് മനസ്സിലായ കാര്യം. മൊത്തത്തിൽ അവിടെ എത്ര വീടുണ്ടെന്നാണ് പറയുന്നത്? 2000 വീടാണ് ആ ജില്ലയ്ക്കകത്തുള്ളത്. ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞ തിരുവനന്തപുരം, അതുപോലെ ഏത് ജില്ലയാവാം. ഇനി നമുക്കറിയേണ്ടത്, നമ്മൾ അറിയേണ്ട പ്രോബബിലിറ്റി എന്താ? ഇപ്പം നമുക്ക് തന്നിട്ടുള്ളത് നടക്കുന്ന ഡേറ്റയാണ്. ഇനി നമുക്ക് അറിയേണ്ട പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം ഒരു 5 വീടിന് തീ പിടിക്കാനുള്ള സാധ്യത എന്താണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യനോട് ചേർന്ന് വരുന്ന വാല്യൂ എപ്പോഴും എന്തായിരിക്കും? എക്സ് ആയിരിക്കും. പക്ഷേ ഇതിൽ ബാക്കിയുള്ളത് നമ്മളിനി കണ്ടുപിടിക്കണം. നമുക്ക് ഫോർമുല നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ് കിട്ടി. ഇനി എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയടാ, എം എന്താണെന്ന് കണ്ടുപിടിക്കണം. ബാക്കിയൊന്നുമില്ലല്ലേ, എം എന്താണെന്ന് കൂടെ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ എക്സ് എന്താണെന്ന് മനസ്സിലായല്ലോ. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ത് കണ്ടുപിടിക്കാനാണോ, ആ ഫംഗ്ഷൻ്റെ ക്വസ്റ്റ്യൻ എന്താണോ, അവിടെ ഇട്ട് കൊടുക്കേണ്ട വാല്യൂ എന്താണോ, അതാണ് നമ്മുടെ എന്തെന്നാണ് എക്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇതല്ല എന്തിൻ്റെ കേസ്, എമ്മിൻ്റെ കേസ്. എം നമ്മൾ കണ്ടുപിടിച്ചേ പറ്റൂ. എം കണ്ടുപിടിക്കാൻ നമുക്ക് വേറൊരു ഫോർമുല ഉണ്ട്. കേൾക്കുമ്പോൾ അരോചകമായിട്ടൊക്കെ തോന്നും, ബട്ട് സ്റ്റിൽ നമുക്ക് വേറെ വഴിയില്ല. കാര്യം കഥ അറിയാതെ പഠിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നം തോന്നും. എം കണ്ടുപിടിക്കേണ്ടത് എം ഇസ് ഈക്വൽ ടു n ഇൻറ്റു, അതായത് എത്ര നമ്പർ ഓഫ് ടോട്ടൽ ഒബ്സർവേഷൻ ഉണ്ട് ഇൻറ്റു പ്രോബബിലിറ്റി ആണ്. ഇത് എല്ലാ സിറ്റുവേഷനിലും ഇങ്ങനെയല്ല, ബട്ട് സ്റ്റിൽ നമുക്ക് ഇത് ജനറലായിട്ട് പഠിച്ചു പോകാം, നമുക്ക് വേറെ വഴിയില്ല. ഇവിടുത്തെ കാര്യം ആലോചിച്ച് നോക്കിയേ, n എത്രയുണ്ട്? n മീൻസ് ടോട്ടൽ എത്ര വീടുണ്ട് ഇവിടെ? 2000 വീടുണ്ട്. ഈ വീടിന് തീ പിടിക്കാനുള്ള പ്രോബബിലിറ്റി എന്താ? ഒരു വീട് 1000 വീടിൽ എന്ത് സംഭവിക്കും? ഒരു വീടിന് ഉറപ്പായിട്ടും തീ പിടിക്കും എന്നാണ് നമുക്കിപ്പോൾ നിലവിലുള്ള പ്രോബബിലിറ്റി. അപ്പോൾ എം ഇസ് ഈക്വൽ ടു 2000 ഇൻറ്റു 1/1000, ദാറ്റ് ഈസ് 2 എന്നാണ് ആൻസർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എമ്മും കിട്ടി, എക്സും കിട്ടി. എക്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമില്ല. ആ ഫംഗ്ഷൻ്റെ അകത്ത് ഈ വാല്യൂസ് എടുത്ത് ഇട്ടാൽ മതി. അപ്പോൾ എം കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് ഓർമ്മ ഉണ്ടല്ലോ, ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഇൻറ്റു പ്രോബബിലിറ്റി. ഇനി എക്സ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന വാല്യൂ ആണ്. ഇനി നമുക്കത് ഈ മോളിൽ കാണുന്ന ഫോർമുല പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എം ഇൻറ്റു എം റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഫോർമുലയിലേക്ക് എന്ത് ചെയ്യാം? കിട്ടിയ വാല്യൂസ് എടുത്തിടാം. അതിനു മുമ്പ് ഞാൻ വാല്യൂസ് എല്ലാം ഫോർമുലസ് ഒക്കെ ഒന്നുകൂടെ എഴുതുകയാണ്. പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എം ഇൻറ്റു എം റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ
x factorial, where we have found that x is equal to 5 given in the question, m is equal to 2 എന്തായിരുന്നു 2000 ഇൻറ്റു n ഇൻറ്റു പി, അതായത് ടോട്ടൽ നമ്പർ ഓഫ് ഹൗസസ് 2000 ഇൻറ്റു കിട്ടാനുള്ള പ്രോബിലിറ്റി 1/1000. ഇനി എന്ത് ചെയ്യുക, ഇതിൻ്റെ വാല്യൂ അങ്ങ് അപ്ലൈ ചെയ്യുക എന്നുള്ള പണിയേ ഉള്ളൂ. ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എക്സ് അല്ലേ, അതായത് ഇ റേസ് ടു മൈനസ് എക്സ് ആണോ, മൈനസ് എം ആണ്. ഇ റേസ് ടു മൈനസ് എം, അതായത് 2 ഇൻറ്റു എം എന്ന എത്രയായിരുന്നു 2 റേസ് ടു എക്സ്, എക്സ് എന്ന് പറയുന്നത് 5 ആണ്, ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ 5 ഫാക്ടോറിയൽ. ഇതിൽ ഇ റേസ് ടു, എൻ്റെ മുമ്പിലിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഇ റേസ് ടു മൈനസ് 2ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് കണ്ടുപിടിക്കാം. അതാ ഈ കാണുന്ന പോലെ ഇവിടെ കണ്ടോ, ഞാൻ ചെയ്ത് തന്നെ കാണിച്ചു തരാം. ഈ സാധനമാണ് ഇ റേസ് ടു എക്സിൻ്റെ അവിടെ ഇ റേസ് ടു മൈനസ് എക്സ് കൊടുത്താൽ 0.1353 കിട്ടും. ഈ സാധനം വരെ എനിക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമ്മളെ ക്വസ്റ്റ്യനിലും അഥവാ വരികയാണെങ്കിൽ തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇ റേസ് ടു മൈനസ് 2ൻ്റെ വാല്യൂ എത്രയാണ്, നമ്മളിപ്പോൾ കണ്ടുപിടിച്ചേ, ഈക്വൽ ടു 0.1353, അത്രയും മതി, ഇൻറ്റു 2 റേസ് ടു 5 എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാനൊന്ന് ചെറുതാക്കുകയാണ്. 2 റേസ് ടു 5 ഒരുവിധം എല്ലാവർക്കും അറിയാമായിരിക്കും, എങ്കിലും അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി ഒന്ന് പറയുകയാണ്. 2 റേസ് ടു 5 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2, അങ്ങനെ 2നെ എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം, 5 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം. അതിനാണ് 2 റേസ് ടു 5 എന്ന്. അപ്പോൾ 2 റേസ് ടു 6 ആയിരുന്നെങ്കിലോ 2നെ 6 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി ഡിവൈഡഡ് ബൈ 5 ഫാക്ടോറിയൽ. ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ എന്താ, 5ൽ നിന്ന് താഴോട്ടുള്ള അക്കങ്ങൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോയാൽ മതി. 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1, ഇതിനാണ് 5 ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. ഇനി ഇതിനെ സോൾവ് ചെയ്യുക എന്നുള്ളൊരു പരിപാടിയേ ഉള്ളൂ. ക്യാൻസലൊക്കെ ചെയ്ത് കളിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ക്യാൻസൽ ചെയ്ത് കളിക്കാം. 2 ഇൻറ്റു 2 4 വെട്ടുമ്പോൾ 2 2 പോവും. അപ്പോൾ എന്താണ്, ഓക്കെ, ഇതൊന്നും ചെയ്യാനില്ല. 4 ഇൻറ്റു ഈ നമ്പർ ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 3, അതായത് 15, അതായിരിക്കും നമ്മുടെ ആൻസർ. ഇത് സാധാരണ ഒരു മാത്തമാറ്റിക്സ് ആണ്, അതിൽ വലിയ കാര്യമൊന്നുമില്ല. എന്നെങ്കിലും എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി ഞാൻ അതും കൂടെ ചെയ്ത് കാണിക്കാം. ഇപ്പോൾ നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് 0.1353 ഇൻറ്റു 4, 2 ഇൻറ്റു 2 4 ഡിവൈഡഡ് ബൈ 15. ഇതിനൊന്ന് കാൽക്കുലേറ്ററിൽ ചെയ്താൽ മതി. 0.1353 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ എത്രയായിരുന്നു, 15. ആൻസർ ഈസ് 0.036. അതാണ് നമ്മുടെ ആൻസർ. അവിടെ എഴുതേണ്ട ആൻസർ ഈസ് ഈക്വൽ ടു 0.036. അപ്പോൾ ഈ ഫോർമുല ഓർക്കുക, എം എങ്ങനെയാണ് കണ്ടുപിടിക്കണതെന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ ഈ എം കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയായിരുന്നു, 2 സാധനങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണം, ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഇൻറ്റു പ്രോബബിലിറ്റി. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോയിസൺ ചെയ്യുന്നത്. ഇനിയുള്ളത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഞാൻ ഒരു കാര്യം എടുത്തു പറയുന്നു, ഇത് ഫോർമുലയും വാല്യൂസിനൊക്കെ മാറ്റമുണ്ട്. അതൊക്കെ മനസ്സിലാണെങ്കിൽ നമുക്ക് കഥ മൊത്തം മനസ്സിലാവത്തേ ഉള്ളൂ. മനസ്സിലായാലും മനസ്സിലാവത്തുള്ളൂ, കൊണ്ട് ഞാൻ ഇതൊന്നും പോകുന്നില്ല. ബട്ട് സ്റ്റിൽ ബേസിക് എന്ന് പറഞ്ഞേക്കും, ഒരു മിനിമം സാധനം കയ്യിൽ വേണമല്ലോ. നമ്മൾ 2 ഫോർമുല പഠിച്ചു, ഏതൊക്കെയായിരുന്നു, എക്സ്പോണൻഷ്യലും പോയിസണും. ഇനി മൂന്നാമത്തതാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പൊതുവേ ഗ്രാഫ് വെച്ചിട്ടേ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ എക്സ്പ്ലനേഷൻ ചെയ്യാറുള്ളൂ. ഞാൻ അതിലേക്ക് ഒന്നും പോകുന്നില്ല, ഏറ്റവും ബേസിക് ഫോർമുല മാത്രം പറഞ്ഞു പോകുന്നു, ജസ്റ്റ് ഫോർ ദ പർപ്പസ് ഓഫ് ദി എക്സാം. ഓക്കെ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നതിന് അതിൻ്റേതായ പ്രോപ്പർട്ടീസ് ഉണ്ട്, അതിൻ്റേതായ ഫീച്ചേഴ്സ് ഉണ്ട്, ഡെഫിനിഷൻ ഉണ്ട്. വലിയൊരു സംഭവമാണ്. വെച്ചാൽ എന്താ പറയുക, ഒരുവിധം റിസർച്ചുകളിലെല്ലാം ബേസ് ആയിട്ട് വരുന്നത് ഈ നോർമാലിറ്റി ഉണ്ടോ സ്റ്റേഷനാരിറ്റി ഉണ്ടോ എന്നൊക്കെ ഉള്ള കോൺസെപ്റ്റുകളാണ്. അതിലേക്ക് ഒന്നും ഞാൻ നിങ്ങൾക്ക് കൊണ്ടുപോകുന്നില്ല. ജസ്റ്റ് നോക്കുകയാണ് എന്താണ് അതിൻ്റെ ഒരു ഫോർമുല, എങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത് എന്നുള്ളത്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസ് പറയുന്നത് ഇവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ എടുക്കുകയാണ്, നമ്മുടെ മെറ്റീരിയലിൽ നിന്നൊരു ക്വസ്റ്റ്യൻ എടുക്കുകയാണ്. ആ ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ്, ഈ ബോൾ ബിയറിംഗ്, ഈ കേസാണ്. ഓക്കെ, ഒരു ബോൾ ബിയറിംഗ് മാനുഫാക്ചറിങ്. പൊതുവേ ഈ ബോൾ ബിയറിംഗ് ഒക്കെ സ്ഥിരം പറയുന്ന സാധനങ്ങളാണ് കേട്ടോ. ഒരു ബോൾ ബിയറിംഗ് എന്ന് വെച്ചാൽ അറിയാമല്ലോ, നമ്മുടെ ഈ ആണി വെച്ചിട്ട് അതിൻ്റെ ബാക്കിലൊരു സാധനം ഇടും, അതിനാണ് ബോൾ ബിയേഴ്സ് എന്ന് പറയുന്നത്. ഈ ബോൾ ബിയർ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനി, ഓക്കെ, അവർ പറയുകയാണ് അവരുടെ ഒരു
അവരുണ്ടാക്കുന്ന ബോൾ ബിയറിങ്ങിൻ്റെ ഒരു മീൻ ഡയാമീറ്റർ മീൻസ് എന്താണ്, ആ ഒരു സർക്കിളിൻ്റെ ഒരു ഇതുണ്ടല്ലോ, ലെങ്ത് ഉണ്ടല്ലോ, ഇതിനാണ് ഡയാമീറ്റർ എന്ന് പറയുന്നത്. ഇതിൻ്റെ പകുതിയിനാണ് റേഡിയസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവരുടെ പല ഡയാമീറ്ററിലുള്ള എന്തുണ്ടാക്കുന്നുണ്ട്, ബോൾ ബിയറിംഗ് ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ആവറേജ് എന്ന് പറയുന്നത് എത്രയാണ്, 0.5 ഇഞ്ചാണ് ഒരു ഒന്നല്ല ആവറേജ് ഡയാമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡയാമീറ്റർ തമ്മിലുണ്ടാവാൻ സാധ്യതയുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് എത്രയാണ്, 0.002 ഇഞ്ചസ് ആണ്. ഓക്കെ, ഇനി എന്നിട്ട് അവർ പറയുന്നുണ്ട് ഇവരിങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിലും അവരുടെ ബിയറിങ് എന്താണ് 0.498 ഇഞ്ചസിനേക്കാൾ കുറവോ 0.0502 കൂടുതലോ ആവുകയാണെങ്കിൽ അവരുടെ ബോൾ ബിയറിങ്ങിനെ അവർ എന്തായിട്ട് കണക്കാക്കും, ഡിഫക്റ്റീവായിട്ട് കണക്കാക്കും. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താ, ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ബോൾ ബിയറിംഗ് മാനുഫാക്ചർ ദിസ് പ്രോസസ് വിൽ ബി ഡിഫക്റ്റീവ്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. എന്താണ്, P of x is equal to less than 0.498 P of x is equal to greater than equal to or greater than ആണ് കേട്ടോ, 0.00502. ഇത് രണ്ടിൻ്റെ സം ആയിരിക്കും നമ്മുടെ ആൻസർ. നമുക്ക് അതിൽ എത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകണ്ട, അങ്ങനെയൊന്നും ചോദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരൊറ്റ വാല്യൂ എങ്ങനെ ഇടുന്നത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഒരൊറ്റ വാല്യൂൻ്റെ കേസ് പറഞ്ഞുതരാം. എൻ്റെ സമ്മ വേറെ കുഴപ്പമൊന്നുമില്ല, വീണ്ടും വേറൊരു പ്രോബിലിറ്റിയുടെ ഒരു ചെറിയൊരു സാധനം തന്നെ വേണ്ട, നമുക്ക് അതിലേക്ക് പോകണ്ടെന്നല്ലേ, ഞാൻ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കി വെക്കുന്നില്ല. ആദ്യം നമുക്ക് എന്തറിയണം, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫോർമുല എന്താണെന്ന് അറിയണം. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത് Z is equal to x മൈനസ്, ഇനിയാണ് മ്യൂ വരുന്നത് കേട്ടോ, ഇതാണ് എച്ചിനെ മറിച്ച് തിരിച്ചൊക്കെ ഇടുന്ന സാധനമാണ് മ്യൂ. എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഇതിനെ സിഗ്മ എന്നോ അങ്ങനെ എന്തോ പറയുന്നത് എനിക്ക് ഓർമ്മയില്ല, അവിടെ ഞാൻ പേര് വിളിക്കുന്നില്ല, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് തന്നെ വിളിക്കുന്നു. ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് കാണും, ഈ പറഞ്ഞ 3 സാധനം തന്നിട്ടുണ്ടാവും, പക്ഷേ ട്വിസ്റ്റ് അതല്ല, നമ്മൾ കണ്ടുപിടിക്കേണ്ട സാധനം ഇതല്ല, എക്സ് അല്ല, ഐ മീൻ ഇപ്പോൾ കിട്ടുന്ന Z എന്നാണല്ലോ, Z അല്ല നമ്മൾ കണ്ടുപിടിക്കേണ്ട സാധനം. പിന്നെ എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, അതിലേക്ക് നമുക്ക് വരാം. P of x ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇത് എന്താവുന്നുള്ളൂ, Z വാല്യൂ ആകുന്നുള്ളൂ. ഞാൻ വീണ്ടും പറയുന്നത്, ഒരു ഗ്രാഫ് വരച്ച് കാണിച്ചാലും കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടേണ്ടതാണ്. ബട്ട് നമുക്ക് ടൈമും പോവും, കുറച്ചും കൂടെ കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടിയിരിക്കും. നമ്മൾ അതിലേക്ക് നമുക്ക് പോകണ്ട. നമുക്ക് എന്ത് നോക്കിയാൽ മതി, ഇതിൻ്റെ അകത്ത് നിന്ന് വേണ്ട കാര്യങ്ങൾ മീൻ ഡയാമീറ്ററിനെയാണ്, ആ മീനിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, മ്യൂ എന്ന് പറയുന്ന ഈ സാധനം. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നറിയാം. നമുക്ക് എക്സിൻ്റെ വാല്യൂ ആണ് ഇനി എന്ത് ചെയ്യേണ്ടത്, ഈ പറഞ്ഞ രണ്ടും ഇട്ട് നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, വാല്യൂ ഓഫ് മ്യൂ ഇസ് ഈക്വൽ ടു, എനിക്ക് ഓർമ്മയില്ല, നോക്കാം, 0.5 മ്യൂ ഇസ് ഈക്വൽ ടു 0.5 എന്ന് കിട്ടി. പിന്നെ എന്ത് വേണം, വാല്യൂ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 0.002 അല്ലേ, 0.002 ഇഞ്ചസ് എന്ന് കിട്ടി. ഇനി അറിയേണ്ടത് നമുക്ക് എക്സിൻ്റെ വാല്യൂ ആണ്. എക്സിൻ്റെ വാല്യൂ എന്ത് ചെയ്യാൻ പറ്റും, ആ പറഞ്ഞ രണ്ട് വാല്യൂ മാറിയും തിരിച്ചിട്ട് നോക്കാൻ പറ്റും. ആദ്യത്തെ എന്തായിരുന്നു, 0.498 ഇഞ്ചസ്. എക്സിൻ്റെ വാല്യൂ ആദ്യം 498 ഇഞ്ചസ് ആദ്യം ഇട്ട് നോക്കാം. എവിടെ ഇട്ട് നോക്കാം, ഇസഡിൻ്റെ വാല്യൂവിൽ ഇട്ട് നോക്കാം. ഇസഡിൻ്റെ വാല്യൂ നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത് ഇസഡ് ഈസ് ഈക്വൽ ടു, ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു, എക്സ് മൈനസ് മ്യൂ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. നമുക്ക് ഇവിടെ എക്സിൻ്റെ വാല്യൂ എന്തായിരുന്നു, എക്സ് എന്ന് പറയുന്നത് 0.498 എന്നായിരുന്നു, മൈനസ് മ്യൂയുടെ വാല്യൂ എത്രയായിരുന്നു, നമുക്ക് മുകളിൽ കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുള്ള ഒരു മീനാണ് 0.5 ഡിവൈഡഡ് ബൈ ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയായിരുന്നു, 0.002. കാൽക്കുലേറ്റ് എടുത്ത് ചെയ്ത് നോക്കാം. 0.498 ഉള്ളൂ, മൈനസ് 0.5, ആൻസർ 0.02 എന്ന് വരും. അപ്പോൾ ഇസഡിൻ്റെ വാല്യൂ എത്ര വരും, നമുക്ക് ഇപ്പോൾ കണക്കൂട്ടാമെന്നുള്ളതേ ഉള്ളൂ.
ഈസ് ഈക്വൽ ടു -0.002 ഡിവൈഡഡ് ബൈ 0.002. ഇസഡ് എത്ര കിട്ടി? -1 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ടേബിൾ വാല്യൂ ഇവിടെ നോക്കി കണ്ടുപിടിക്കണം. നമ്മുടെ അൽഗോരിതം ടേബിൾ നോക്കി കണ്ടുപിടിക്കണം. മിക്കവാറും എന്തുണ്ടാവും, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ ഈ ഡേറ്റ ഉണ്ടോ? നമുക്ക് ടേബിൾ ക്യാരി ചെയ്യേണ്ട ആവശ്യം വരത്തില്ല, എനിക്കറിയത്തില്ല. മോസ്റ്റ് പ്രോബബ്ലി ഈ വാല്യൂവിൻ്റെ ആൻസർ ഇവിടെ തന്നിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻ ആ ക്വസ്റ്റ്യൻ്റെ കൂടെ തന്നെ തന്നിട്ടുണ്ട്. -1ൻ്റെ ടേബിൾ വാല്യൂ നോക്കുമ്പോൾ ആൻസർ എത്ര കിട്ടുമെന്ന് അറിയാവോ? ടേബിൾ വാല്യൂ നോക്കുമ്പോൾ അറിയാം. ആൻസർ ഈസ് എത്രയായിരുന്നു? 3413. എങ്ങനെയാണ് ഈ ടേബിൾ വാല്യൂ നോക്കുന്നതെന്ന് ഞാൻ നോക്കട്ടെ. ടേബിൾ കിട്ടുമായിരിക്കും. ടേബിൾ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സൈഡ് നോക്കുക. നമുക്ക് അറിയേണ്ട 1ൻ്റെ ടേബിൾ വാല്യൂ ആണല്ലോ. ഓക്കെ, 1 പോയിൻ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂവിൽ 1 പോയിൻ്റ് കഴിഞ്ഞ് ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ 00 എടുക്കുന്നത്. അപ്പോൾ 1 പോയിൻറ്റിൻ്റെ 00 കോമൺ ആയിട്ട് വരുന്നത് 0.3413. അതാണ് എൻ്റെ 1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇതേപോലെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഓക്കേടാ 1.5ൻ്റെ വേണ്ട 1.56ൻ്റെ 1.56 എന്ന് പറയുന്ന ഇസഡ് വാല്യൂവിൻ്റെ ടേബിൾ വാല്യൂ ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? 1.5 ഉണ്ട്. ഇനി ഇവിടുത്തെ 06 ഉണ്ട്. അപ്പോൾ 1.56 ആയി. ഇത് രണ്ടിനും കോമൺ ആയിട്ട് വരുന്ന വാല്യൂ ഇങ്ങനെ പോയി ഇതാണ് എൻ്റെ ടേബിൾ വാല്യൂ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഇസഡിൻ്റെ ടേബിൾ വാല്യൂ കണ്ടുപിടിക്കുന്നത്. അൽഗോരിതം ടേബിൾ കയ്യിലുണ്ടെങ്കിൽ നല്ലത്. മിക്കവാറും ക്വസ്റ്റ്യനിൽ കാണാറുണ്ട്, നിങ്ങൾ പേടിക്കേണ്ട. ബട്ട് സ്റ്റിൽ അതെങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആൻസർ ഇവിടെ എന്ത് കിട്ടി? 0.3413 കിട്ടി. ഇതേ പ്രോസസ്സ് ഞാൻ ഒന്നും കൂടെ ചെയ്ത് നോക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ എന്തേ നോക്കിയുള്ളൂ? 0.498xൻ്റെ വാല്യൂ വന്നാൽ എന്തായിരിക്കും പ്രോബബിലിറ്റി എന്നേ നോക്കിയുള്ളൂ. 0.502 വന്നാൽ എന്തായിരിക്കും എന്ന് അറിയണ്ടേ? ഇവിടെ എനിക്ക് എന്ത് കിട്ടി? ആൻസർ 0.3413 എന്ന് കിട്ടി. അതിന് അർത്ഥം എന്താ? അങ്ങനെ ഒരു എറർ സംഭവിക്കാൻ 34.13% ചാൻസ് ഉണ്ടെന്നാണ്. ഓക്കെ, ഇനി അടുത്ത വാല്യൂ ഇട്ട് ഞാൻ ഒന്നും കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ കാണാമല്ലോ. വീണ്ടും ഓർക്കുക, ഇവിടെ ഞാൻ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എക്സിൻ്റെ വാല്യൂ ആണ്. ഓക്കെ, ആദ്യം ഞാൻ നോക്കുന്നത് എന്തായിരിക്കും? ഇസഡ് വാല്യൂ ആയിരിക്കും. ഇസഡ് ഈസ് ഈക്വൽ ടു x മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വിച്ച് ഈസ് ഈക്വൽ ടു. ഇവിടെ രണ്ടാമത്തെ എക്സ് എന്താ? ഞാൻ ഒരു വാല്യൂ നോക്കി, ഈ വാല്യൂ നോക്കി. ഞാൻ അടുത്ത് നോക്കേണ്ടത് 0.0502. എക്സ് ഈസ് ഈക്വൽ ടു 0.0502 മൈനസ് മ്യൂ ആയ 0.5 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയായിരുന്നു? 0.002. ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഇസഡ് വാല്യൂ കിട്ടും. ഇസഡ് വാല്യൂവിൻ്റെ ടേബിൾ വാല്യൂ ആയിരിക്കും എൻ്റെ P(x) എന്ന് പറയുന്നത്. ഈസ് ഈക്വൽ ടു, വീണ്ടും കാൽക്കുലേറ്റർ എടുത്ത് നോക്കണം. 0.0502 മൈനസ് 0.5. ആൻസർ ഈസ് ഈക്വൽ ടു 0.4498 മൈനസ് 0.4498 divided by 0.002. താഴേക്ക് പോവുകയാണ്. ഈസ് ഈക്വൽ ടു, ഇനി ഇതിൻ്റെ ഡിവൈഡ് ചെയ്യുക. വീണ്ടും കാൽക്കുലേറ്ററിലേക്ക് പോകുന്നു. ഡിവൈഡഡ് ബൈ 0.002. മൈ ഗോഡ്, ഇത്രയും വലിയ നമ്പർ വരത്തില്ല. എന്താ സംഭവിച്ചെന്നറിയോ? ഇവർക്ക് ക്വസ്റ്റ്യൻ ഇട്ടതിൽ തെറ്റിപ്പറ്റിപ്പോയതാണ്. ഇത് 0.0502 അല്ല. ഓക്കെ, കാര്യം കണ്ടോ, ഇത് ലെസ് ദാൻ തന്നെ 0.4 കിടക്കില്ല. അപ്പോൾ ഇത് 0.502 ആയിരുന്നു. അവർക്ക് തെറ്റ് പറ്റിയതാണേ. ഓമാരൊക്കെ കാര്യം ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ചെയ്യേണ്ടി വരും. കുഴപ്പമില്ല, വി ക്യാൻ ഡു ദാറ്റ്, വി ഹാവ് ടൈം. നമുക്കൊരു കാര്യം മനസ്സിലായല്ലോ, നമുക്ക് ഇങ്ങനെയൊക്കെ തെറ്റ് വന്നാൽ ചെയ്യാൻ പറ്റില്ല എന്നൊരു കാര്യം മനസ്സിലായല്ലോ എന്ന് വിചാരിച്ച് സമാധാനിക്കാം. ഇവിടെ എന്തേ ഉള്ളൂ? 0.502 എന്നേ ഉള്ളൂ. നമുക്ക് അവിടെ നിന്നിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് തുടങ്ങാം. ക്ലിയർ ആൾ. 0.502 മൈനസ് എന്ത് വരണം? 0.5. അപ്പോൾ 002 വരും. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടുമടാ? നേരത്തെ നമുക്ക് -1 കിട്ടി. ഇവിടെ ആൻസർ എന്ത് കിട്ടും? +1 കിട്ടും. ഇതൊക്കെ തെറ്റാണ്, നിങ്ങളതിനെ പറ്റി മറന്നു കളയാം. ആൻസർ ഇവിടെ എത്ര കിട്ടും? +1 എന്ന് കിട്ടും. അവിടെയും വീണ്ടും എന്ത് തന്നെ കിട്ടും? ടേബിൾ വാല്യൂ സെയിം തന്നെ കിട്ടും. എത്രയായിരുന്നു? ഈ 34 അല്ലെങ്കിൽ 0.3413 എന്ന് കിട്ടും.
അപ്പോൾ നമ്മുടെ ടോട്ടൽ പ്രോബബിലിറ്റി പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ സമ്മാണ്. 2 പ്രാവശ്യം ഇത് കൂട്ടി എഴുതിയാൽ മതി. അത് എത്ര വരും? 68.26% എന്ന് വരും. കാര്യം ചെറിയൊരു ഐഡിയ കിട്ടി എന്ന് വിശ്വസിക്കുന്നു. ഇതൊന്നുമല്ല, അതിൻ്റെ കോൺസെപ്റ്റ് പറയാൻ പോയി ഒരുപാടുണ്ട്. ഞാൻ അത്ര ഡെപ്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നില്ല. ഫോർമുലയിൽ എന്തെടുത്ത് അപ്ലൈ ചെയ്യണമെന്ന് മനസ്സിലാക്കുക. എന്ത് ചെയ്യുക, പിന്നെ ഇതേപോലെ ഈ 2 വാല്യൂവിൻ്റെ നടുക്കലായിട്ടാണ് വരുന്നതെങ്കിൽ 2ഉം എക്സാക്റ്റ് ഇട്ട് അപ്ലൈ ചെയ്ത് നോക്കുക. 2ഉം കൂടെ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. കിട്ടുന്ന ടേബിൾ വാല്യൂവിനെ ആഡ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഇതാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കണക്ക്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ചില്ലറയായിട്ട് കാണരുത്, വലിയ ആപ്ലിക്കേഷനുള്ള സാധനമാണ്. നമ്മളതിലേക്കൊന്നും പോകുന്നില്ല. അപ്പം 3 കാര്യങ്ങൾ അറിയുക. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫോർമുല Z is equal to x minus mu by സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. പിന്നെ അടുത്ത ഇതിൻ്റെ പോയിസൻ്റെ ഫോർമുല P of x is equal to e raised to minus m into m raised to x by x ഫാക്ടോറിയൽ. എങ്ങനെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കാം, m എങ്ങനെ കണ്ടുപിടിക്കാം നോക്കുക, ഒന്ന് റിവൈൻഡ് അടിച്ച് നോക്കുക. ഇതാണ് പോയിസൻ്റെ ഫോർമുല. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എക്സ്പോണൻഷ്യൽ. ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ അത്രയ്ക്കും ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളതൊന്നല്ല, ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഈ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ കയ്യിലില്ല, ഉള്ളവർ നയിച്ച് തരിക, നോക്കാം. ഇതെന്തായാലും ചോദിച്ചിട്ടുണ്ട്. ലാംഡ ഇൻറ്റു ഇ റേസ്റ്റ് മൈനസ് ലാംഡ ബൈ എക്സ്. ഫോർമുലകൾ കാണാതെ പഠിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മിനിമം കാര്യം. ഒന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ 3 നോക്കാം. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണേ. താങ്ക് യു ഓൾ.